ഹായ്, ഇന്ന് 2024 ഫസ്റ്റ് ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും നടക്കാതെ വഴുതിപ്പോയൊരു സ്ഥലത്താണ് ഇന്ന് നിൽക്കുന്നത്. ഇത് ചാവക്കാട്ടെ മറൈൻ വേൾഡാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ട് ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ടാട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മറൈൻ വേൾഡിൻ്റെ സിമ്പലൊക്കെ കാണാം. അതിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ സന്ദർശകർക്കുള്ള കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാട്ടോ പോയത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ സന്ദർശന സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 10:30 മുതൽ 6:30 വരെയും ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 7 മണി വരെയാണ് കേട്ടോ സന്ദർശന സമയം. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ മറൈൻ വേൾഡിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക ചാർജ് ഉണ്ടോയെന്ന്. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല, നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മീനുകളുടെ ലോകത്തേക്ക് കിടക്കുക കേട്ടോ. കയറുമ്പോൾ തന്നെ ഇങ്ങനെ പവിഴപ്പുറ്റുകളൊക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി ഒന്ന് ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ഒരാളുണ്ട് കേട്ടോ. ഒരാമച്ചേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആമക്കുട്ടനെയൊക്കെ കണ്ടിട്ട് സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. നമുക്ക് ഈ കടലിൻ്റെ അടിഭാഗത്തൊരു ഫീല് കിട്ടുന്ന ഒരുപാട് പെയിൻറ്റിങ്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിലും ജാനിക്കുട്ടിയാണെങ്കിലും ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. ഞാനും അമ്മയും ഏട്ടനും ജാനിക്കുട്ടിയും കൂടി ആട്ടോ പോയത്. അപ്പം ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഏട്ടനെ കാത്ത് നിൽക്കുക കേട്ടോ. ഏട്ടനാണെങ്കിൽ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം പോലെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ജാനിക്കുട്ടിയായിട്ടാട്ടോ നടക്കുന്നത്. അപ്പോൾ ജാനിക്കുട്ടിയാണെങ്കിൽ നമ്മുടെ അടുത്തേക്കൊന്നും വരുന്നില്ല. ഏട്ടൻ്റെ കൂടെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പം ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ഈ വലത് ഭാഗത്തായിട്ട് 16D ഒരു സംഭവമൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇടത്തെ ഭാഗത്തായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. നമ്മുടെ ജാനിക്കുട്ടി അതൊന്നും അറിയാനും ഒക്കെയുള്ള സമയം അല്ലാത്തതുകൊണ്ട് വാശിയൊന്നും പിടിച്ചിട്ടില്ല. നമ്മളങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഈ ഇടത്തെ ഭാഗത്തേക്ക് നോക്കുമ്പം ഇവിടെ ഒരു പോണ്ടൊക്കെ കാണുന്നുണ്ട്. അപ്പം അതിൽ നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ച് മീനുകളെയൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എന്തോ ഒരു പക്ഷിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് ആദ്യം തന്നെ പോയത് ഗുരുവായൂരാണ് കേട്ടോ. ഇന്ന് നമ്മൾ 2024 ഫസ്റ്റ് ദിവസമാണ്, ന്യൂ ഇയർ ആണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയി തൊഴുതിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കഴിയുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഈ വലത് ഭാഗത്തായിട്ട് ഒരു ബേർഡ്സ് പാർക്കുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ മറൈൻ വേൾഡ് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചു. വരുമ്പം ബേർഡ്സ് പാർക്കിലൊക്കെ കയറാമെന്ന് വിചാരിച്ച് പോവാം കേട്ടോ. നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മറൈൻ വേൾഡ് എന്നുള്ളൊരു വലിയ ബോർഡൊക്കെ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോയത് ക്രിസ്മസ് ന്യൂ ഇയർ ഒരു സമയമായതുകൊണ്ട് ഒരുപാട് സ്റ്റാറുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കാടിൻ്റെയും കുറേ മരങ്ങളും പാറകളൊക്കെ ആയിട്ട് ഒരു കാടിൻ്റെയൊക്കെ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ നല്ലൊരു ആകർഷണമായിട്ട് തോന്നി.
ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തെ ചുമര് ഇതുപോലെ തന്നെ പാറക്കെട്ടുകൾ പോലെയൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ഇങ്ങനെ വലിയ മുതിർന്ന ആൾക്കാർക്ക് 400 രൂപയും അതുപോലെ തന്നെ സീനിയർ സിറ്റിസന് 350 രൂപയും കുട്ടികൾക്ക് 280 രൂപയാണ് കേട്ടോ ചാർജ്. അപ്പോൾ നമ്മൾ ഇവിടെ ഗൂഗിൾ പേ ആയിട്ടും അതുപോലെ തന്നെ കാർഡ് വഴിയൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ നമ്മൾ അക്വേറിയത്തിലേക്കൊരു എൻട്രി ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഈ ഇടത് ഭാഗത്തായിട്ട് കുറേ ചെയറും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ 2 ഭാഗത്തും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ നടന്നിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഒരുപാട് ആകാംക്ഷയോട് കൂടിയിട്ടാട്ടോ പോണത്. കാരണം ഇങ്ങനെ ഒരു അണ്ടർ വാട്ടർ ടണലും ഒക്കെ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോ വീഡിയോസിലും അതുപോലെ സഞ്ചാരം പോലുള്ള ഓരോ പരിപാടിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മളെപ്പോലെ ഇങ്ങനെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വന്ന് കാണാൻ നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ ഒരുപാട് ആകാംക്ഷയോട് കൂടിയിട്ടാട്ടോ ഈ വഴിയൊക്കെ ഇങ്ങനെ നടന്ന് പോണത്. അപ്പം ഇതാണ് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനുള്ളൊരു ഭാഗം. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ നമ്മുടെ ഫുള്ള് നമുക്കൊരു മീനിൻ്റെ ലോകത്തും ഒരു കടൽ ഭാഗത്തൊക്കെ എത്തിയൊരു ഫീലാണ്. ഫുള്ള് മീനുകളും ഒക്കെ സംഭവങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് സ്റ്റാറുകളും സംഭവങ്ങളും ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടുന്ന് വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു പെയിൻറ്റിങ്സൊക്കെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷനാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ജീവനുള്ള ഒരു ടൈപ്പ് പോലെയൊക്കെ തോന്നും. അങ്ങനെ കയറിക്കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മൾ ഇതേപോലൊരു ഇത് കണ്ടു കേട്ടോ. ഒരു കാറിൻ്റെ ഉള്ളിൽ നമ്മളൊരു അക്വേറിയം കണ്ടു. അപ്പോൾ അവിടെ ഒരുപാട് മീനുകളൊക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉൾഭാഗം കുറച്ച് ഇരുട്ടാണ്. അപ്പോൾ അതിൽ ഈ അക്വേറിയത്തിനുള്ളിൽ ലൈറ്റ് ആകുമ്പോൾ നമുക്ക് ഈ മീനുകളെയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്. ഒരു പിരമിഡ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പല കളറിൽ ഇങ്ങനെ കുഞ്ഞു മീനുകളൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റി കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരാളുണ്ട് കേട്ടോ. അധികം അനക്കൊന്നും ഇല്ലാണ്ട് മൂപ്പര് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഓരോ ഭാഗത്തും ഇവിടെ നമ്മൾ ഓരോ ഭാഗത്തേക്ക് ഓരോ അക്വേറിയത്തിൻ്റെ ഭാഗത്തേക്ക് കടക്കുമ്പോഴും അവിടെ എന്താണ് സംഭവം എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെയും ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. മൂപ്പര് ഭയങ്കര സൈലൻ്റാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ചെന്നപ്പം ഒന്ന് എണീറ്റ് വന്ന് ആരോ വന്നല്ലോ എന്നുള്ള രീതിയിലൊന്ന് നോക്കിപ്പോയി. ഇത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ പല നിറത്തിൽ കുഞ്ഞു മീനുകളിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സുന്ദരമായൊരു കാഴ്ചയാണ്. നമ്മൾ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ അത്. ജാനിക്കുട്ടിയാണെങ്കിലും നോക്കിയിട്ട് അവൾക്കറിയാവുന്ന ഭാഷയിൽ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇത് സൂപ്പറാട്ടോ.
ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല സൂപ്പറാട്ടോ എന്ന് പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എന്ത് വാക്കാ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നല്ല സൂപ്പറാട്ടോ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനിയും നല്ല സൂപ്പറായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഇരുട്ടുള്ള ഈ റൂമിൽ ഇത് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇതൊരു വ്യാളിയാണ്. അപ്പോൾ ആ ഒരു ചുമന്ന ലൈറ്റും കൂടി വരുമ്പോൾ ഇത് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. ഇതുപോലൊരു സംഭവമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കിളികളും ഒക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഫീല് നമുക്ക് മീനിനും കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം കൂടി ആകുമ്പോൾ ഓരോ ഭാഗത്തും ഓരോ തീം വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതും നമുക്ക് കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. അവിടെ എന്ത് മീനാന്നുള്ള ആകാംക്ഷയുടെ കൂടെ അവിടെ എന്താണ് ചെയ്തത് എന്നുള്ളൊരു ആകാംക്ഷയും കൂടി ആയിട്ടാട്ടോ ഓരോ ഭാഗത്തേക്കും പോണത്. ഇവിടെ ഒരു ഭൂതമുണ്ട് കേട്ടോ. ഭൂതം എന്ന് പറഞ്ഞാൽ നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലെ ആ പാവം ഭൂതം. അപ്പോൾ ആ ഭൂതവും ഈ മീനുകളൊക്കെ ആയിട്ട് നല്ല കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കായാലും നല്ല ഇഷ്ടം.
നല്ലൊരു ശില്പമാണ് കേട്ടോ ഇത്. നല്ലൊരു ഒറിജിനാലിറ്റി തോന്നുന്നൊരു സംഭവമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മീനിനേക്കാളും ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു പോയി. പിന്നെയാണ് മീനിൻ്റെ കാര്യം ചിന്തിച്ചത്. അത്രയും ഭംഗിയായിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ശുദ്ധജലത്തിലെ ഏറ്റവും വലിയ മീനായ ആരാപ്പയ്മയാട്ടോ. അപ്പം ഇങ്ങനൊരു സംഭവം ഞാനും ഇങ്ങനത്തെ മീനുകൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു മീൻ അക്വേറിയത്തിലൊക്കെ കണ്ടെന്നല്ലാണ്ട് ഇതിനൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ കുറേ സുന്ദരിമാരുണ്ട് കേട്ടോ. അപ്പോൾ മാലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. ഫിഷ് സ്പാ ചെയ്യുന്നൊരു ഏരിയയാണ്. ഇവിടെ പ്രത്യേക ചാർജൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൽ തന്നെ ഇതിനുള്ള ചാർജും ഉണ്ടാവും. ഇത് പ്രായമായവരായാലും മുതിർന്നവരായാലും കുട്ടികളായാലും ഒരുപോലെ എൻജോയ് ചെയ്യുന്നൊരു ഭാഗമാണ്. അപ്പം ഞാനും അമ്മയൊന്നും ഇറങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് പേടിയായിരുന്നു. അപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഏട്ടൻ ഇറങ്ങിയിട്ട് ചെയ്തു. ബൈക്കിലായിട്ട് ഏട്ടൻ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളോട് കുറേ ഇറങ്ങാൻ പറഞ്ഞു. എനിക്ക് എന്തോ ഒരു പേടി. നമ്മുടെ ജാനിക്കുട്ടിയാണെങ്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര കച്ചറയായിരുന്നു. പക്ഷേ കുഞ്ഞുവാവയില്ലേ, ഇറക്കാനൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും കാലൊന്ന് വൃത്തിയായി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. ഏട്ടൻ കുറച്ച് നേരം എൻജോയ് ചെയ്ത് അങ്ങനെ തന്നെ അവിടെ ഇരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ആ മീനുകളുടെ അവസ്ഥ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ ശരിക്കും കളിയും ചിരിയായിട്ട് എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഈ ഫിഷ് ഇങ്ങനെ വന്ന് കൊത്തുമ്പോഴൊക്കെ എല്ലാവരും ചിരിക്കുന്നതും ഒക്കെ നല്ല രസമായിട്ട് കേൾക്കാമായിരുന്നു കേട്ടോ. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ഷോപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു സുന്ദരക്കുട്ടനുണ്ട് കേട്ടോ. നമുക്ക് ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനത്തിനൊക്കെ പോരണ്ട്, അതിൻ്റെ ചിറക് കാണാൻ അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ മീനുകളൊക്കെ ഇങ്ങനെ പാവമായിട്ട് നിൽക്കുന്നതന്നേ ഉള്ളൂ കേട്ടോ. ഇവർ ചില്ലറക്കാരൊന്നല്ല. ഇവിടെ ഒരു വിഷാദഭാവം കലർന്ന മുഖത്തോടു കൂടി ഒരാളുണ്ട് കേട്ടോ. ഇത് ജെല്ലി ക്യാറ്റ് ഫിഷാണ്. അപ്പോൾ മൂപ്പരെന്തോ ഭയങ്കര ആലോചനയിൽ ഇരിക്കുന്ന പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ വരയൊക്കെ ആയിട്ട് മീനുണ്ട് കേട്ടോ. നമുക്ക് കണ്ടപ്പോൾ സീബ്രേനെ പോലെയൊക്കെ തോന്നി. ഇവിടെ എത്തുമ്പോൾ ഈ മീനിൻ്റെ ഒരു കളറും അതുപോലെ തന്നെ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുക.
ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ചുറ്റുമുള്ള മീനൊക്കെ കാണാം. അങ്ങനെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനൊരു എൻട്രൻസ് ഉണ്ട്. ഓരോ ഭാഗവും ഓരോ വെറൈറ്റി ആയിട്ടാട്ടോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തത് എന്താവും നല്ല അറിയാനുള്ളൊരു ആകാംക്ഷ ഒരുപാടാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇതേ ഒരു ഫീല്, ഒരു മഞ്ഞിൻ്റെയൊക്കെ ഒരു ഫീല് പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ കുറേ മീനുകളും ഒക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ അധിക സ്ഥലത്തും നമുക്ക് ഇരുട്ട് പോലെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നല്ല വെളിച്ചത്തിൽ നമുക്ക് കാണാം. മഞ്ഞിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പെൻഗ്വിനുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു പോണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ ഇതേപോലെ കുറേ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഫോട്ടോസ് വേണമെങ്കിൽ അവർ എടുത്തു തരും. അപ്പം ഇവർ നമ്മളെ ഫോട്ടോസ് ഇവിടുന്ന് എടുക്കും. ഫ്രീ ആയിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ആ ഫോട്ടോസ് നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്കത് അവിടുന്ന് ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിട്ട് അത് വാങ്ങിക്കാം. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അവിടുന്ന്. ഇവിടെ നമ്മളൊരു വവ്വാലല്ല തെരണ്ടി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇത് ഒരു മീനിൻ്റെ വായ്ക്കൂടുള്ള ഒരു എൻട്രൻസ് ആട്ടോ. ഈ മീനിൻ്റെ പല്ലൊക്കെ കണ്ടോ, അതുപോലെ ഈ മീനിൻ്റെ വായ്ക്കൂടെ കിടക്കുന്നത് പോലെ നമ്മൾ കടന്നിട്ടാണ് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. ഇവിടെയൊക്കെ ഓരോ മീനുകളുടെ പേരും അതേപോലെ തന്നെ അവരുടെ ജീവിത കാലയളവൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ലയൺ ഫിഷാണ്. അപ്പോൾ മൂപ്പരിങ്ങനെ പോണത് കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ മീനിനും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. അത് അവരുടെ കാഴ്ചയിലായാലും അവരുടെ സ്വഭാവത്തിലായാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ ഇവിടെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത്. നമ്മൾ ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും കൗതുകമുണർത്തുന്ന ഓരോ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരാളുണ്ട് കേട്ടോ, സ്പൈനി ലോബ്സ്റ്റർ. ഞാനിത് കണ്ടപ്പോൾ ഏട്ടാ കൊഞ്ചിതാന്ന് പറഞ്ഞിട്ടാട്ടോ കാണിച്ചത്. മൂപ്പര് നല്ല ഉറക്കത്തിലാണ് തോന്നുന്നു, ഒരു അനക്കമില്ല. അവിടുന്ന് നേരെ നമ്മൾ കടന്ന് നിൽക്കുന്നൊരു എൻട്രൻസ് ആണിത്. ഇവിടുന്ന് നേരെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ ദിനോസറിൻ്റെ ഒരു ഫോസിൽ പോലെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇവിടുത്തെ ഭാഗത്തുള്ള കുളത്തിൽ നമുക്ക് ആമേനെയൊക്കെ കാണാം. കുളമല്ല, പോണ്ടിൽ നമുക്ക് ആമേനെയൊക്കെ കാണാം.
പോകുന്ന വഴിയിലെ നമുക്ക് ദിനോസറിൻ്റെ ഫോസിലുകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഇത് കയറി നമ്മൾ കടക്കുന്നത് വേറൊരു ലോകത്തേക്കാണ്. ഇതുവരെ കണ്ടതിന്ന് വേറൊരു ലോകത്തേക്കാണ് നമ്മൾ പോണത്. ഇവിടെ നമ്മുടെ ഈ മഴക്കാടുകൾ പോലെയൊക്കെ സൂപ്പറായിട്ട് മരങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഒറിജിനൽ, നമുക്ക് ശരിക്കും അങ്ങനെ ഒരു ലോകത്തെത്തിയ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസാണ്. ഇതിൻ്റെ ഇവിടുന്ന് താഴത്തേക്ക് നോക്കിയാൽ നമുക്ക് ഇതേപോലെ തന്നെ വലിയ മീനുകളും ഒക്കെ ഉണ്ട്. അപ്പുറത്ത് മാനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നമ്മൾ എത്തിയ ഒരു ഫീല് തന്നെയാണ് കേട്ടോ അവിടേക്ക് വരുമ്പം. മരങ്ങളായാലും ഒക്കെ ഒരു ഒറിജിനാലിറ്റി ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. ഒരു വെള്ളച്ചാട്ടം പോലെയും വെള്ളത്തിൻ്റെ ഒരു സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ നല്ലൊരു വൈബാട്ടോ അവിടെ നിൽക്കുമ്പോൾ. പിന്നെ നമ്മൾ കടക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കാട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കോണിയുണ്ട്. ഈ കോണി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മരം കൊണ്ടുണ്ടാക്കിയൊരു കോണിയാണ്. അപ്പോൾ ഇതിറങ്ങിയിട്ട് നമ്മൾ ചെല്ലുന്നത് ഇങ്ങനെ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഒരുപാട് മീനുകളുണ്ട്. ഇതുപോലെ തന്നെ ചെറിയൊരു പാർട്ടായിട്ട് തിരിച്ചിട്ട് മരം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഓരോ സെക്ഷനുകളാണുള്ളത്. ഓരോ ഭാഗത്ത് നമ്മൾ എത്തുമ്പോഴും അതിൽ ആരായിരിക്കും, എങ്ങനത്തെ മീനായിരിക്കും എന്നുള്ളൊരു ഭയങ്കര ഒരു ആകാംക്ഷയോട് കൂടിയിട്ടാട്ടോ നമ്മൾ നോക്കുന്നത്. ഈ മീനിനെയൊക്കെ കാണുമ്പോൾ പെയിൻറ്റിങ് ചെയ്തതാണോ എന്ന് തോന്നും. അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതാ ഇവിടെ ഒരാളുണ്ട് കേട്ടോ. അപ്പം മൂപ്പര് നമ്മൾ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറച്ച് സർക്കസൊക്കെ കാണിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫിഷിനൊന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ പേര് വായിച്ചത് സ്റ്റോൺ ഫിഷ്. അപ്പോൾ ആളിവിടെ തന്നെ ഉണ്ട് കേട്ടോ. മൂപ്പര് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. നമുക്ക് കല്ല് പോലെ ആയതുകൊണ്ട് അത് മനസ്സിലായില്ല.
ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഇത് ഇത്രയും മനോഹരമാക്കിയെടുക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരെടുത്തൊരു എഫേർട്ടിനെ കുറിച്ചിട്ട്. ആ എഫേർട്ടിന് ഒരു താങ്ക്സ് പറയാം കേട്ടോ. ഇതൊരു ആമക്കുട്ടനാട്ടോ. ആമക്കുട്ടൻ്റെ മേലെയുണ്ട് നമ്മളെ മീനുകളുണ്ട്. മേലെയായിട്ട് വലിയ ചെമ്മീനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വലിയ വലിയ മീനിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടെ നല്ല ഇരുട്ടാണ്. അപ്പം നമ്മളും പെട്ടെന്നാണത് ശ്രദ്ധിച്ചത്. ഇവിടെ ഒരു അത്ഭുതം ഉണ്ട് കേട്ടോ. എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് 4 കാലുള്ള മീൻ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനൊരു മീനുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഈ മീനിനെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു പാമ്പിനെ പോലെയാണ് കേട്ടോ തോന്നിയത്. ഒരു ഹീറോയുടെ എൻട്രി പോലെ ഇങ്ങനെ വരുന്ന ആളെ മനസ്സിലായോ? ഇതാണ് നമ്മുടെ സ്രാവ്, അല്ലെങ്കിൽ ഷാർക്ക്.
ഇവിടെ ഒരു തവള ഉണ്ട് കേട്ടോ. മൂപ്പരിങ്ങനെ വായും തുറന്ന് നിൽക്കുകയാണ്. ഇവിടെ ഒരു പെരുമ്പാമ്പുണ്ട് കേട്ടോ. മൂപ്പര വായിക്കൂടെ ഒരു ലൈറ്റൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്കായാലും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കാഴ്ചയും നമുക്ക് വെറുപ്പ് പിടിക്കില്ല. ഓരോന്നായാലും കണ്ട് കണ്ട് ഇങ്ങനെ പോകാനായിട്ടുള്ള രസകരമായ കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് ഒരു കണ്ടൽക്കാടാട്ടോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് കുറേ കൊക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഒരു ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു ഫീലിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്തിയപ്പോൾ തെരണ്ടികളുടെ ഒരു കൂട്ടാണ് കേട്ടോ കാണാൻ പറ്റിയത്. നല്ല ബ്ലാക്ക് കളറിൽ വൈറ്റ് ഡോട്ടായിട്ട് അതിൻ്റെ കൂടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും കൂടി ആയപ്പോൾ നല്ലൊരു ഫീല് കിട്ടിയിരുന്നു കേട്ടോ. ഇങ്ങനെയൊരു ഭാഗമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഗുഹ പോലെയൊക്കെ ചെയ്തിട്ട് കുറേ തലയോട്ടികളൊക്കെ ആയിട്ട് ഒരു ഹൊറർ മൂഡ് തരുന്നൊരു ഭാഗമാണ്. അപ്പം മൂപ്പര വായിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ സിൽവർ അരോണ ഉണ്ട് കേട്ടോ. ഒരുവിധം എല്ലാവർക്കും അറിയാൻ മതിയാവും. അരോണ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം കൊണ്ടുവരും, ബാക്കി ഉണ്ടാവും എന്നൊക്കെ പറയുന്നൊരു മീനാണ്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാനിതുപോലെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ ദിനോസറാട്ടോ. ദിനോസർ ഇങ്ങനെ വായ തുറന്ന് നിൽക്കണ പോലെയാണ്.
ഇവിടെ അക്വേറിയത്തിൻ്റെയൊക്കെ മേലെയായിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അക്വേറിയം നോക്കി ഇങ്ങനെ നടന്ന് പെട്ടെന്ന് നോക്കി ആ ഒരു ഇരുട്ടും ഒക്കെ ആയപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയി. കാരണം അത്രയും നമുക്ക് ഒറിജിനാലിറ്റിയിലാണ് ഇവർ ചെയ്തതും. അപ്പോൾ നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അതേ ഒരു ഫീലായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. പിന്നെ ഇതിൻ്റെ മേലെയായിട്ടൊരു തേനീച്ചക്കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഓരോന്നും ഒറിജിനലാണോ തോന്നും അവിടെ എത്തുമ്പോൾ. ഇവിടെ വെള്ളത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഞങ്ങൾ ഒരുപാട് അട്രാക്റ്റീവായൊരു ഏരിയയിലേക്കാട്ടോ എത്തിയിട്ടുള്ളത്. ഇതാണ് അണ്ടർ വാട്ടർ ടണൽ. ഇത് ഞങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നേരിട്ട് ഇങ്ങനെ അനുഭവിക്കുന്നത്. ഇവിടെ ഒരുപാട് ട്രാവലിംഗ് ബ്ലോഗിലും ഒക്കെ ഇത് കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. നമ്മുടെ ചുറ്റിലും ഇതേപോലെ മീനുകൾ ഇങ്ങനെ പോവുക, ഒരു വാട്ടറിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരവസ്ഥ വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ശുദ്ധജലത്തിലെ ഏറ്റവും വലിയ മീനായ അരാപ്പയ്മയൊക്കെ നമ്മളെ മേലെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. മൂപ്പര 200 സെൻറ്റിമീറ്ററാണ് മൂപ്പര നീളം. അതുപോലെ തന്നെ 100 മേലെ ഭാരവും ഉണ്ട്. അത്തരത്തിലുള്ള മീനൊക്കെ നമ്മളെ തലയുടെ മേലെ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ മറൈൻ വേൾഡിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ അവസാനിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ബേർഡ്സ് പാർക്കിലും കൂടി പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ജാനിക്കുട്ടിയുടെ ഫുഡിൻ്റെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെ മറൈൻ വേൾഡിൻ്റെ പുറത്തും ചില സർപ്രൈസ് ആയിട്ടുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ എല്ലാം ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇവിടെ വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് കാഴ്ചകൾ ഇവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പം ഇനിയും വേറെ സാങ്കേതിക തകരാറുകൾ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ വേഗം അടുത്ത വീഡിയോസായിട്ട് വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.